ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇരു കേസുകളിലും ജാമ്യഹർജി സമർപ്പിച്ചത്. കേസിൽ ഇതുവരെ 8 പ്രതികൾ ഇതിനോടകം ജയിൽ മോചിതരായിട്ടുണ്ട്. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിലെ CPM പ്രതിനിധിയായിരുന്ന എൻ വിജയകുമാറിനെ 2025 ഡിസംബർ 29-നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിയാണ് വിജയകുമാർ. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ ഒപ്പുവെച്ചതെന്നും തനിക്ക് സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ലെന്നുമാണ് വിജയകുമാറിന്റെ മൊഴി. റിമാൻഡിൽ കഴിഞ്ഞു വരവെയാണ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ഇന്ന് ജാമ്യഹർജിയിൽ വിധി പറയും. കേസിൽ 8 പ്രതികൾ ഇതിനോടകം തന്നെ ജാമ്യം നേടി ജയിൽ മോചിതരായി. ഇതിൽ 6 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ്. റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യഹർജിയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വിശദമായ വാദം കേൾക്കും. അതേസമയം പങ്കജ് ഭണ്ഡാരി ചെന്നൈയിൽ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. ജനം, കൊല്ലം.